ഇവിടെ ഒരു ധാരണ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടല്ലോ. ഇത് വെച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇപ്പോഴും ചില ആളുകൾക്കെങ്കിലും ഇപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഒരു പ്രതികരണവും ശ്രദ്ധയൊക്കെ നോക്കുമ്പോൾ ഒരുപാട് ആളുകൾക്കൊരു വിചാരം, അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളോടൊപ്പം അവർ സഞ്ചരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു അവർക്ക് ഏറ്റവും ഹൈറായ രീതിയിലേക്ക് വഴി കാണിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. നേരത്തെ ആ ചോദ്യം ചോദിച്ച ആ കുട്ടിക്കും അതിൽ പശ്ചാത്തപിച്ച് കഴിഞ്ഞ് പടച്ചോനോടത് ഏറ്റുപറഞ്ഞ് ഇനി മുന്നോട്ട് പോവുക. അവർക്കും എന്ത് ചെയ്യും? പടച്ചോൻ പുറത്തു തരാത്തൊന്നുമില്ല. ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാ എന്നാണ്. അള്ളാൻ്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടെന്നാണ്. തെറ്റാന്ന് ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യുക? ഉടൻ അത് അവസാനിപ്പിക്കുക, അള്ളാഹിനോട് തൗബ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക? നമുക്ക് പടച്ചോൻ്റെ തൗഫീഖ് ഉണ്ടാവും. രണ്ടാമത് ആവർത്തിക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ആ കുട്ടിയും ശ്രദ്ധിക്കണം എന്നാണ് പറയാനുള്ളത്. പിന്നെ ഇനിയും ചില ആൾക്കാരെങ്കിലും മനസ്സിലുണ്ടാവും, എന്നാലും ഞാനിങ്ങനെ പോയാൽ പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ സംഭവിക്കുന്നതൊന്നും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. അതിൻ്റെയൊക്കെ പിന്നിൽ എന്തുണ്ട്? ഒരു ആദർശമുണ്ട്, ഒരു തത്വശാസ്ത്രമുണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ കുറേ ഉണ്ട്. അതുകൊണ്ട് ഞാൻ അത് കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. ഈ ഡ്രസ്സ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കൽ, കോസ്മെറ്റിക് സാധനങ്ങൾ ഉപയോഗിക്കൽ, എന്താ ഇതൊക്കെ ചെയ്താന്നാണ് ചോദിക്കണത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എവിടേക്കാണ് കൊണ്ടുപോകണമെന്നറിയോ? ഈ നേരത്തെ ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞു. എന്തിനാ ആണിനും പെണ്ണിനും ഒരു വ്യത്യാസം? എന്താ ഒരുപോലെ ആയിക്കൂടെ എന്നൊക്കെയാണ് ചോദിക്കണത്. ഇതെന്താ? ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന ഒരാശയം ആഗോളാടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അത് പറഞ്ഞാൽ മനസ്സിലായോ? അതായത് നമ്മളിപ്പോൾ ലേബർ റൂമിൽ പ്രസവത്തിന് കൊണ്ടുപോയാൽ, പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടിയെ സാധാരണ നേഴ്സ് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിച്ചു പോകുന്നൊരു കാര്യമാണ് എന്ത് കുട്ടിയാണെന്ന് ചോദിക്കും. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ചോദിക്കും. അപ്പോൾ ഇനിയുള്ള കാലത്ത് ആണാണോ പെണ്ണാണോ എന്ന് ചോദിക്കാൻ പാടില്ല എന്നാണ്. കാരണം ശരീരപ്രകൃതിയും അവൻ്റെ അവയവങ്ങളും ഒക്കെ ഒരാണിൻ്റേതാണെങ്കിലും അവൻ വളർന്നു വലുതായി ബുദ്ധി വെച്ച ശേഷം അവൻ തീരുമാനിക്കണം അവനാണാണോ പെണ്ണാണോ. മനസ്സിലായോ? ഇതാണ് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അഥവാ ജനിക്കുമ്പോൾ കിട്ടുന്നതല്ല, അത് സെക്സാണ്. സെക്സും ജെൻഡറും രണ്ടാണെന്നാണ് ആശയം. സെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ശാരീരിക അവയവങ്ങൾ, ഹോർമോണുകൾ, ഇതൊക്കെ വെച്ച് ആണാണോ പെണ്ണാണോ തീരുമാനിക്കാം. എന്നാൽ മനസ്സിൽ ഒരാൾക്ക് ആണാണോ പെണ്ണാണോ എന്നുള്ളത് കുറച്ച് കഴിഞ്ഞിട്ടേ തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതായത് എന്ത് ചെയ്യുക? സ്കൂളിലൊക്കെ വന്ന് കുറച്ച് കാലം കഴിഞ്ഞിട്ട് ഒരു ആൺകുട്ടി പറയണത്, എനിക്ക് എൻ്റെ ജെൻഡർ പെണ്ണാണെന്നാണ് തോന്നുന്നത്, അതുകൊണ്ട് ഞാൻ എൻ്റെ ജെൻഡർ ഇന്ന് പ്രഖ്യാപിക്കുകയാണെന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് പെണ്ണാകുന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും കൈകൊട്ടി അത് സ്വീകരിക്കും. ഒരു കേക്കൊക്കെ മുറിച്ച് ആഘോഷിക്കും. പിന്നെ അന്ന് മുതൽ അവൻ എന്താക്കണം? എല്ലാവരും പെൺകുട്ടിയായിട്ട് പരിഗണിക്കണം എന്നാണ് നിയമം. അതിന് അനുവദിച്ചു കൊടുക്കണം എന്നാണ് തത്വം, ശാസ്ത്രം. അതാണ്. ഇതിനെയാണ് ജെൻഡർ സാമൂഹിക നിർമ്മിതിയാണെന്നുള്ള ആശയത്തിലൂടെ കൊണ്ടുവരുന്നത്. അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? കുട്ടി ജനിച്ചാൽ ആണിന് ആണിൻ്റെ പേരിടും, പെണ്ണിന് പെണ്ണിൻ്റെ പേരിടും. ആൺകുട്ടികൾക്ക് പ്രത്യേക കളിപ്പാട്ടം കൊടുക്കും, പെൺകുട്ടികൾക്ക് വേറെ കളിപ്പാട്ടം കൊടുക്കും. രണ്ടിനും രണ്ട് രീതിയിലുള്ള ഡ്രസ്സ് കൊടുക്കും. അങ്ങനെ ചെറുപ്പത്തിൽ തന്നെ ഇവർക്ക് ആണാണ് പെണ്ണാണ് എന്നുള്ള തോന്നലുണ്ടാക്കിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇനി പറയണത് എന്താണെന്ന് വെച്ചാൽ, ഇനി അങ്ങനെ വേർതിരിവ് ചെറുപ്പത്തിൽ ഉണ്ടാക്കണ്ട. അവരുടെ പേരിലും വ്യത്യാസം വേണ്ട, കളിപ്പാട്ടത്തിലും വ്യത്യാസം വേണ്ട, ഡ്രസ്സിലും വ്യത്യാസം വേണ്ട. അത് അവർ മുതിർന്നിട്ട് അവർ തീരുമാനിച്ചോട്ട് അവരെന്താ ആയിക്കോണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇതിലെ ഈ ആശയത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഡ്രസ്സ് ഒന്നാക്കുന്നു എന്നുള്ളത്. അതിനാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ചു, എന്താ പെണ്ണുങ്ങൾക്ക് പാൻറ്റിട്ട് എന്താ പ്രശ്നം? ഇത്രേ നമ്മൾ ചോദിക്കണുള്ളൂ. അതൊരു പാൻറ്റിൻ്റെ പ്രശ്നം മാത്രമല്ല, ഇതൊരു ആശയമാണ് നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. ഇതൊക്കെ എപ്പോൾ കേട്ടാലേ നമുക്ക് നല്ലതാണെന്ന് തോന്നിയെങ്കിലും ഈ ആശയത്തിൽ നിങ്ങൾക്ക് ആയുസ്സുണ്ടെങ്കിൽ കാണാം, ഞങ്ങൾക്കൊക്കെ ആയുസ്സുണ്ടെങ്കിൽ കാണാം. ഒരു 10-15 കൊല്ലം കഴിഞ്ഞാൽ നമ്മളെ ഗവൺമെൻറ്റും സംവിധാനമൊക്കെ പറയും, അന്ന് നമ്മളാ പറഞ്ഞ ആശയം ശരിയല്ല, അതിന് ഇനി തിരിച്ച് പോരണം എന്നറിയും. അപ്പോഴേക്ക് 10-15 കൊല്ലത്തെ ആൾക്കാർ നാശമായി. അങ്ങനെ എത്ര സംഭവം ഉണ്ട് അറിയോ? ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇസ്ലാം പറഞ്ഞത് നമുക്ക് ആദ്യം കഴിക്കും, പിന്നെയാണ് മധുരിക്കുള്ളൂ. ഇസ്ലാമിൻ്റെ നിയമമാണെന്ത്? കുട്ടികളെ കൊല്ലാൻ പാടില്ല എന്നുള്ളത്.
അതായത് ജനസംഖ്യാ നിയന്ത്രണം എന്നത് ഇസ്ലാമിൻ്റെ നിയമമല്ല. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ജനസംഖ്യ എന്ന് കുട്ടികളെന്ന് പറയുന്നത് മാൻ പവറാണ്, അത് വിഭവശേഷിയാണ്, അത് നല്ല നിലക്ക് പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. എന്നാൽ ജനസംഖ്യാ ദിനത്തിൽ നിങ്ങളൊക്കെ പഠിച്ച പ്രതിജ്ഞയും പ്ലേ കാർഡുകളും എന്താ? ജനസംഖ്യ കൂടിയാൽ വിഭവങ്ങൾ കുറയും, ഇവിടെ സൗകര്യങ്ങളില്ല, അതുകൊണ്ട് കുറക്കണം എന്നല്ലേ നമ്മൾ പഠിച്ച്, അതല്ലേ നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കാര്യമായി പ്രചരിപ്പിച്ച ഒരു രാജ്യമാണ് ചൈന. അവർ 3 കുട്ടികൾ മതി പറഞ്ഞു, പിന്നെ 2 മതി എന്ന് പറഞ്ഞു, പിന്നെ 1 മതി എന്ന് പറഞ്ഞു. ആയിക്കുന്ന എല്ലാവരെയും കൊണ്ടുവരാൻ വേണ്ടി എന്ത് ചെയ്യുന്നു അറിയോ? ഈ ഒരു കുട്ടി അല്ലാത്ത പിന്നെ 2 കുട്ടികളിലേക്ക് പോകുന്ന ആളുകൾക്ക് ഗവൺമെൻറ് സർവീസുകളൊക്കെ നിഷേധിച്ചു, ഇൻഷുറൻസുകൾ നിഷേധിച്ചു, അങ്ങനെ നിർബന്ധിച്ചു ഒരു കുട്ടിയാക്കി. അങ്ങനെ ഒരു 10-20 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇപ്പം സംഭവിച്ചത് എന്താ അറിയോ? അവിടെ പിന്നെ മുതിർന്ന ആളുകളുടെ എണ്ണം കൂടി, പിന്നെ ന്യൂ ജനറേഷൻ്റെ എണ്ണം കുറഞ്ഞു. അപ്പോൾ പിന്നെ മാതാപിതാക്കളെ പരിചരിക്കാൻ ആളില്ലാത്ത അവസ്ഥ, കമ്പനികളിൽ ജോലി ചെയ്യാൻ യുവാക്കളും യുവതികളും ഇല്ലാത്ത അവസ്ഥ. ഇപ്പം അവർക്ക് മനസ്സിലായി എന്ത് ഈ ചെയ്തത് പൊട്ടത്തരാണ്. ഇപ്പം എന്താ പറഞ്ഞ് തീരുമാനിച്ചിരിക്കണേ അറിയോ? 1-ൽ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നവർക്ക് സമ്മാനം. നേരെ തിരിച്ച് ഇപ്പം ഏറ്റവും കൂടുതൽ പോപ്പുലേഷനുള്ള രാജ്യം ഏതാ? ഇന്ത്യയാണ്. ഇന്ത്യ കാരണം എന്താ പറയുക? അവിടെ കുറഞ്ഞതാണ് ഒരു കാരണം. ചൈനയായിരുന്നു ആദ്യം, അത് കുറഞ്ഞതാണ് കാരണം. ഇപ്പം ചൈന പറയുന്നത് എന്താണ്? ഇപ്പം കഴിഞ്ഞ ആഴ്ച അതിൻ്റെ പ്രസിഡന്റ് പറഞ്ഞത് ഇനി സ്ത്രീകൾ ജോലിക്കും പോണ്ട, അവർ വീട്ടിൽ കുട്ടികളെ നോക്കി വളർത്തി ഇരുന്നാൽ മതി. കാരണം എന്താ? കുട്ടികൾ പിന്നെ ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ രാജ്യം ക്രൈസിസ് അനുഭവിക്കുകയാണ്. ഇനി ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ 10-50 കൊല്ലം വേണം. അത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയില്ലല്ലോ. എന്തായിരിക്കും രാജ്യത്തിൻ്റെ അവസ്ഥ? ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് വലാ തഖ്തുലു ഔലാദകും ഖശിയത ഇംലാഖ്. വിശുദ്ധ ഖുർആന്റെ ആയത്താണ്. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കുഞ്ഞുങ്ങളെ കൊല്ലാൻ പാടില്ല. ഈ ഖുർആൻ പറഞ്ഞോടത്തേക്ക് എന്ത് ചെയ്യാണ്? യൂട്ടേൺ എടുത്ത് വരികയാണ്. ഇതുപോലെ യൂട്ടേൺ എടുക്കുന്ന വിഷയമായിരിക്കും ഈ ജെൻഡർ ന്യൂട്രൽ എന്ന് പറയുന്ന സാധനം. അപ്പോഴേക്ക് നമ്മളതിൻ്റെ ഇരകളായി മാറിയിട്ടുണ്ടാവും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് അള്ളാഹും റസൂലും പറഞ്ഞോടത്ത് നമ്മൾ നിന്നാൽ ഈ ലോകത്തും പരലോകത്തും സമാധാനത്തോടു കൂടി ജീവിച്ച് മരിക്കുക. അല്ലെങ്കിൽ നമ്മൾ ആരുടെയോ പരീക്ഷണ വസ്തുക്കളായി മാറും. നേരത്തെ ആരിസ്മലിയോടെ പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന്, ഇന്നലെ രാത്രി എൻ്റെ അടുത്ത് ഒരാൾ വന്നിരുന്നു. കേസ് എന്താ അറിയോ? നിങ്ങളെ പ്രായത്തിലുള്ള ഒരു കുട്ടി, ഒരു പെൺകുട്ടി ഒരാൺകുട്ടിയുടെ വീട്ടിലേക്ക് അങ്ങോട്ട് ചെന്നിക്കുക. എന്നിട്ട് ആവശ്യം എന്താ പറയുക? വാപ്പാനെ കണ്ടുക. ആൺകുട്ടിൻ്റെ വാപ്പാനെ കണ്ടിട്ട് നിങ്ങളെ മകനെ എനിക്ക് കല്യാണം കഴിച്ചു തരണം. നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ? ഞാൻ 3 വട്ടവനോട് ചോദിച്ചു, അങ്ങനെ ഉണ്ടായോ? ഉണ്ടായി. തൽക്കാലം വേറെടുത്തി കൊണ്ടുവന്ന് കുളിഞ്ഞ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. എന്താ എവിടേക്കായി പോണേ? ഓരോടത്ത് വിവാഹം വേണ്ടെന്ന് പറയാം, ഓരോടത്ത് എനിക്ക് പിന്നെ അങ്ങോട്ട് പോയി കണ്ട്. ഇപ്പോൾ പെൺകുട്ടി നിങ്ങളൊന്നും എന്നോട് തോന്നരുത്, ഞാൻ അധ്യാപകനായതുകൊണ്ട് പറയാണ്. ഇപ്പം ഞങ്ങളെ സ്റ്റാഫ് റൂമിൽ വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ ആൺകുട്ടികളാണ് കരഞ്ഞു വരുന്നത്. ആൺകുട്ടികൾ കണ്ണിൽ വെള്ളം നിറച്ച് കണ്ട് വരിക. സർ എന്താ സർ, ഞാനിത് പറയണ്ടെന്ന് വിചാരിച്ച് കുറേ ആയി, ഇനി പറയാതിരിക്കാൻ പറ്റൂല. എന്താ? ആ പെണ്ണൊരു സ്വൈരവും തരുന്നില്ല. ഇതാണ് പ്രശ്നം. ആ പെണ്ണൊരു സ്വൈരവും തരുന്നില്ല. എന്താ ചെയ്യാന്നറിയില്ല. ഇപ്പം ഇന്നലെ എൻ്റെ വീട്ടിൽ കോള് ഫോൺ ചെയ്തു കൊണ്ടു. ഇപ്പോൾ ഉമ്മ അറിഞ്ഞു കൊണ്ടു. ഞാൻ അതിലൊരു ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ ആയ ഞാൻ എന്താ ചെയ്യുക? അതുകൊണ്ട് നിങ്ങൾ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാം. ഇതൊക്കെ 7ാം ക്ലാസ്സിലെ കുട്ടികളെ പറയുന്നത്. എന്തിനങ്ങനെ പിന്നെ നാട്ടുകാരെ കുട്ടികളെ പിന്നാലാണ് നിങ്ങൾ ശല്യം ഉണ്ടാക്കുന്നത്? ഇത് പണ്ട് നേരെ തിരിച്ചല്ലായിരുന്നു. ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ മാത്രം പ്രശ്നമാണ്? അല്ല, ഈ നാട്ടിൽ നമ്മളെ പെൺകുട്ടികളെ മൊയന്താക്കുക, അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്തോ ഒരു പുരോഗതി കൊണ്ടുവരികയാണ് എന്ന് തോന്നിപ്പിച്ചിട്ട് നിങ്ങളെ കൊണ്ട് ഓവർ ഡ്യൂട്ടി ചെയ്യിപ്പിച്ച് എട്ടങ്ങാറാക്കി. നേരത്തെ ആലിസ്മലിയോട് പറഞ്ഞില്ലേ, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ആവശ്യമില്ലാതെ തലയിൽ കൊണ്ടുവന്ന് വെച്ച് നിങ്ങൾക്ക് എന്തോ ഒരു സ്വാതന്ത്ര്യം നേടിത്തരികയാണ് എന്ന് തോന്നിപ്പിക്കുകയാണ്. മഹാ പൊട്ടത്തരാണത്. ഈ പൊട്ടത്തരത്തിൻ്റെ പേരാണ് പുരോഗമനം എന്ന് പറയുന്നത്. ആ പുരോഗമനത്തിന്റെ ചിറകരിയാനാണ് ഈ ടീൻ സ്പേസുകൾ. നിങ്ങളാണ് ബുദ്ധിയുള്ളവർ. ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്ന് പറയുന്നത്
രണ്ടാമതൊരു ലോകമുണ്ട് എന്ന് മനസ്സിലാക്കി ജീവിക്കണവനാണ്. അല്ലാതെ ഇത് അടിച്ചു പൊളിച്ച് ഇവിടെയാണ് ജീവിക്കാമെന്ന് വിചാരിച്ച് ഈ ചിരിൻ്റെയും കളിൻ്റെയൊക്കെ അവസാനം ഏതാണെന്നറിയോ? നിങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇന്നത്തെ ന്യൂസ് ഒന്ന് കണ്ടാൽ മതി. കുസാറ്റിൽ നടന്ന സംഭവമൊക്കെ അറിയാലോ അല്ലേ? ഇന്നത്തെ പത്രം വായിക്കാൻ നിങ്ങൾക്ക് ഒരു പക്ഷേ പറ്റിയിട്ടുണ്ടാവില്ല. കുസാറ്റിൽ 4 കുട്ടികൾ മരിച്ചു ഇന്നലെ. ഗാനമേളക്കിടെ തെക്കും തിരക്കുണ്ടാക്കിയാണ്ട് മരിച്ചു. അപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വരെ കളിച്ച് ചിരിച്ചിരുന്ന ക്യാമ്പസ് ഇന്ന് ശ്മശാന മൂകതയാണ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ആയുസ് ഇവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നാളെ പരലോകത്തേക്കാണ് നമ്മൾ യാത്ര പോണത്. അവിടെ ഈ നിഷേധിച്ചതൊക്കെ സത്യമായി സംഭവിക്കും. അവിടെ വിരൽ കടിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി ബോധ്യത്തോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അതിന് അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.